കേരളത്തിലെ IT കമ്പനികളിൽ പ്രമുഖ സ്ഥാനം, അതിൻ്റെ പേര് ലിറ്റ്മസ് 7. അതിൻ്റെ സിഇഒയുടെ പേര് വേണുഗോപാലകൃഷ്ണൻ. വേണുഗോപാലകൃഷ്ണനെ ഇപ്പോൾ നാട്ടുകാർ സോഷ്യൽ മീഡിയയിൽ വിളിക്കുന്നത് കാമഭ്രാന്ത വേണുഗോപാലകൃഷ്ണ എന്നാണ്. എന്താണ് സംഭവമെന്നല്ലേ? ജ്ഞാനപ്പാനയിൽ ഒരു വരിയുണ്ട്, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റുന്നതും ഭവാൻ, പിന്നെ അതുപോലെ തന്നെ മാളിക മുകളേറിയ മന്നൻ്റെ മാറിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ എന്നാണ്. അതുപോലെയാണ് ഈ വേണുഗോപാലകൃഷ്ണൻ്റെ കാര്യം. കരുനാഗപ്പള്ളിക്കാരനായ വേണുഗോപാലകൃഷ്ണൻ പഠനമൊക്കെ കഴിഞ്ഞ് വിപ്രോയിലൊക്കെ ജോലിയൊക്കെ കിട്ടി IT ഡെവലപ്പറായി ജോലിയിൽ കയറി സ്വന്തമായ IT സ്ഥാപനം സ്ഥാപിച്ച് വലിയ വമ്പൻ കമ്പനികളുടെ ഓർഡറുകളൊക്കെ ലഭിച്ച് വലിയ കോടീശ്വരനായി, കോടികളുടെ ആസ്തിയാണ് അയാൾക്കുള്ളത്. അയാൾ കേരളത്തിൽ കാറുകൾക്ക് ഏറ്റവും കൂടുതൽ നികുതി അടച്ച വ്യക്തി. ഏകദേശം 2.5 കോടിയിലധികം രൂപ നികുതി ഇനത്തിൽ മാത്രം അടച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു 46 ലക്ഷം രൂപ കൊടുത്ത് ഒരു ഫാൻസി നമ്പർ സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തിന്? സാഹസം എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചു. സിനിമ ഭ്രാന്താണ്. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ വാഹനങ്ങൾ, എയർബസ് സ്വന്തമായുണ്ട്. അപ്പോൾ നിസ്സാരക്കാരനല്ലെന്ന് മനസ്സിലായില്ലേ? വേണുഗോപാലകൃഷ്ണൻ നിസ്സാരക്കാരനല്ല. ഇഷ്ടം പോലെ ആഡംബര കാറുകൾ, ലംബോർഗിനി, അങ്ങനെ തുടങ്ങി മറ്റത് മറിച്ചത് ചപ്പു ചവറ്, അങ്ങനെ ഇഷ്ടം പോലെ കാറുകളോട് ഭ്രാന്താണ്. സ്വന്തമായി എയർബസ് ഉണ്ട്. അത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിയ എയർബസ് വിമാനമുണ്ട്. കരുനാഗപ്പള്ളിക്കാരനാണ്. കേരളത്തിലെ കരുനാഗപ്പള്ളിയിൽ ജനിച്ച് വളർന്ന് എഞ്ചിനീയറായി, IT എഞ്ചിനീയറായി, ഡെവലപ്പറായി സ്വന്തം സ്ഥാപനം സ്ഥാപിച്ച് കേരളത്തിൽ തന്നെ ബിസിനസ് നടത്തുന്ന ആളാണ്. ഇൻഫോ പാർക്കിലാണ് ഇയാളുടെ സംരംഭമുള്ളത്. മറ്റ് ചില രാജ്യങ്ങളിലും ഇയാളുടെ, ജപ്പാനുണ്ട്, അതുപോലെ ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളിലും ഇയാളുടെ കമ്പനിക്ക് ഓഫീസുണ്ട്. അത്ര വലിയ വമ്പനാണ്. 1000-ഓളം ആളുകൾ ഇയാളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. എത്രയോ കോടി രൂപയാണ് ഇയാളുടെ വാർഷിക ആസ്തി, വരുമാനം എന്ന് പറയുന്നത്. അത്രയും വലിയ പണക്കാരൻ, പണച്ചാക്ക്, കേരളത്തിലെ സമ്പന്നരിൽ പ്രമുഖൻ. അതുപോലെ തന്നെ അതും കേരളത്തിൽ നിന്ന് തന്നെയാണ് ഈ സമ്പത്ത് മുഴുവൻ ഇയാൾ സ്വീകരിക്കുന്നത്. കേരളത്തിലാണ് ഇയാളുടെ സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമെന്ന് കൂടി മനസ്സിലാക്കണം. ഇയാൾക്ക് ചെറിയ ഒരു പ്രശ്നം, എന്താണ്? ഇച്ചിരി ഞരമ്പ് രോഗം, ഞരമ്പിൻ്റെ വീക്ക്നെസ് ഉണ്ട്. അതാണ് പ്രശ്നം. അപ്പോൾ ഇയാളുടെ ഓഫീസിലേക്ക് ഒരു പെൺകുട്ടി ജോലിക്ക് വരുന്നു. അവരെ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റായി, CEOയുടെ, അതായത് വേണുഗോപാലകൃഷ്ണൻ്റെ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റായി നിയമിക്കുന്നു. നിയമിച്ച ശേഷം ആ പെൺകുട്ടിയെ അയാൾ ഒരു കേസിൽ കുരുക്കുന്നത് എങ്ങനെയാണ്? പെൺകുട്ടിയെയും ഭർത്താവിനെയും ഒരു ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം ഇയാൾ തന്നെ പോലീസിനെ വിളിച്ചു വരുത്തുന്നു. എന്നെ ഹണി ട്രാപ്പിൽ പെടുത്തിയിരിക്കുകയാണ് എന്ന് വേണുഗോപാലകൃഷ്ണൻ കൊച്ചി സെൻട്രൽ പോലീസിൽ വിളിച്ചു പറയുന്നു. സെൻട്രൽ പോലീസിലെ ഉദ്യോഗസ്ഥർ പാഞ്ഞെത്തുന്നു. ഈ ഭാര്യയെയും ഭർത്താവിനെയും അറസ്റ്റ് ചെയ്യുന്നു, റിമാൻഡ് ചെയ്യുന്നു, ജയിലിലടയ്ക്കുന്നു. അതിസമ്പന്നനായ ഒരു വ്യവസായിയെ യുവതിയും ഭർത്താവും ചേർന്ന് ഹണി ട്രാപ്പിൽ പെടുത്തി കോടികൾ പൈസ തട്ടാൻ ശ്രമിച്ചു എന്നായിരുന്നു യുവതിക്കും ഭർത്താവിനുമെതിരെയുള്ള കേസ്. വലിയ വാർത്തയായി. വേണുഗോപാലകൃഷ്ണനെ കേസിൽപ്പെടുത്താനൊക്കെ ശ്രമിച്ച വല്ല രക്ഷയുണ്ടോ? കോടീശ്വരനെ, അതും ഹണി ട്രാപ്പിൽ. തീർന്നില്ലേ കഥ? പെണ്ണ് ജയിലിലായി തിരിച്ചു വന്നു, ജാമ്യം ഇറങ്ങി തിരിച്ചു വന്ന 3-ാം പക്കം ആകുന്നതിന് മുമ്പ് തന്നെ DGPക്കും പോലീസ് സ്റ്റേഷനിലും ഇൻഫോ പാർക്കിലും ഒരു പരാതി കൊടുത്തു. ആ പരാതിയാണ് വേണുഗോപാലകൃഷ്ണനെ ഇപ്പോൾ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരാതി എന്താണ്? ഈ പെൺകുട്ടി ജോലിക്ക് വന്നല്ലോ, എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റായി ജോലിയിൽ പ്രവേശിച്ചു. പെൺകുട്ടിയുടെ സീറ്റ് ഇയാളുടെ ക്യാബിനിൽ തന്നെയാണ്. തട്ടിയും മുട്ടിയും ഓരോന്ന് പറയും, ഇടയ്ക്ക് ഈക്കിളിപ്പെടുത്തും. ഇതൊക്കെ ഞരമ്പ് രോഗത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു എന്ന് പെൺകുട്ടിക്ക് ആദ്യമേ തന്നെ തോന്നി. പെൺകുട്ടിയെ ആദ്യം കണ്ട മാത്രയിൽ തന്നെ വേണുഗോപാലകൃഷ്ണന് ഒരുതരം ലൈംഗിക ആസക്തി ഈ പെണ്ണിനോട് ഉണ്ടായിരുന്നുവെന്ന്, പെണ്ണ് എന്ന് പറയുന്നത് തെറ്റായിട്ടല്ല, യുവതിയോട് ഉണ്ടായിരുന്നുവെന്ന് ആ യുവതി പരാതിയിൽ പറയുന്നു. ലൈംഗിക ആസക്തിയോടെ കൂടിയാണ് അയാൾ പെരുമാറിയിരുന്നത്. അയാൾ എന്നെ തൊട്ടിരുന്നത്, നോക്കിയിരുന്നത്. മറ്റ് ജീവനക്കാരോട് എനിക്ക് സംസാരിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല, ബന്ധം സ്ഥാപിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. അയാൾക്കൊപ്പമായിരുന്നു ഉച്ചയൂണുപോലും. അത്രമാത്രം വേണുഗോപാലകൃഷ്ണൻ ഈ യുവതിയെ അങ്ങോട്ട് കെയർ ചെയ്തു. അങ്ങനെ കെയറിങ് ഒരു പരിധി വരെ കുഴപ്പമില്ലാതെ ഈ യുവതി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അവിടെ തന്നെ നല്ല ശമ്പളം, കൃത്യമായി ഇയാളുടെ ക്യാബിനിലാണ് ജോലി. ഇയാൾ ഇടയ്ക്ക് തട്ടും മുട്ടും, അതൊക്കെ അസ്വസ്ഥതകളാണെങ്കിലും ശമ്പളം, കുടുംബം, ഇതൊക്കെ നോക്കി ഈ പെൺകുട്ടി അപ്പോഴൊന്നും പ്രതികരിച്ചില്ല. എന്നിട്ട് ഇയാൾ അമേരിക്കയ്ക്ക് ഒരു സുഖവാസ ടൂറിന് പോയി. അപ്പോൾ ഈ പെൺകുട്ടിയെയും ഉൾപ്പെടുത്തി. ഈ യുവതിയെ കൂടെ കൊണ്ടുപോയി. അവിടെ വെച്ച് ഇയാളുടെ ലൈംഗിക താല്പര്യം യുവതിയോട് വെട്ടി തുറന്ന് പറഞ്ഞു. എനിക്ക് നിന്നെ ലൈംഗികമായി ബന്ധപ്പെടണം, നിന്നോട് ഒരു ലൈംഗിക അഭിനിവേശം എനിക്കുണ്ട് എന്ന് പറഞ്ഞു. പെൺകുട്ടി നിഷേധിച്ചു. പിന്നെ അവിടെ വെച്ച് അങ്ങനെ ഒന്നും സംഭവിച്ചില്ല എന്നാണ് പരാതിയിൽ പറയുന്നത്. ഇനി എന്തൊക്കെ സംഭവിച്ചുവെന്ന് നമുക്കറിയില്ല. യുവതി അത് വെളിപ്പെടുത്തിയാൽ മാത്രമേ അറിയാൻ കഴിയൂ. ഏതായാലും അമേരിക്കയിൽ വെച്ച് ഫസ്റ്റ് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന് യുവതി പറയുന്നു.
പിന്നീട് അടുത്ത ഒരു ഘട്ടം, അതായത് അമേരിക്കയിൽ നിന്ന് ഇവർ തിരിച്ചു വന്നു. അപ്പോൾ ഇതൊന്നും ആരും അറിഞ്ഞില്ല. പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു. പിന്നീട് പെൺകുട്ടിയുടെ സീറ്റ് ക്യാബിനിൽ നിന്ന് പുറത്തായി. ഇയാളുടെ ക്യാബിനിലായിരുന്നില്ല ആദ്യത്തെ ഇരിപ്പ്. അത് കഴിഞ്ഞിട്ട് ഇയാളുടെ ക്യാബിനിൽ നിന്നും പുറത്തായി. പിന്നീട് സിംഗപ്പൂർ ട്രിപ്പിൽ പെൺകുട്ടിയെ കൂടി ഉൾപ്പെടുത്തി, യുവതിയെ കൂടി ഉൾപ്പെടുത്തി, മറ്റ് 3 പേര് കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ സിംഗപ്പൂരിൽ വെച്ച് നിർബന്ധിപ്പിച്ച ഒരു മുറിയിൽ കൊണ്ടുപോയി ഈ യുവതിയെ ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചു. ലൈംഗികമായി പീഡിപ്പിക്കുക മാത്രമല്ല, മറ്റ് 3 പേർക്ക് കൂടി വഴങ്ങിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അത് സഹിക്കാൻ കഴിയുന്നത് ആയിരുന്നില്ല എന്ന് യുവതി പരാതിയിൽ പറയുന്നു. അപ്പോൾ സിംഗപ്പൂരിൽ കൊണ്ടുപോയി അമേരിക്കയിൽ വെച്ച് ആദ്യം ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു. രണ്ടാമത് സിംഗപ്പൂരിലെത്തിച്ച് ഇതുപോലെ ഒരു മുറിയിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു, ലൈംഗികമായി പീഡിപ്പിച്ചു. പിന്നീട് മൂന്നാറിൽ വെച്ച് 3 പേർക്കൊപ്പം കിടക്ക പങ്കിടണമെന്ന് ആവശ്യപ്പെട്ടു. അതും സഹിക്കാവുന്നതല്ല എന്ന് പെൺകുട്ടി പരാതിയിൽ പറയുന്നു. പിന്നെ മറ്റൊരിടത്ത് വെച്ചും ഇതുപോലെ ചെയ്തു എന്നാണ് ആ യുവതിയുടെ പരാതിയിലുള്ളത്, പെൺകുട്ടിയുടെ പരാതിയിലുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ ഈ ലൈംഗികാസക്തിയോടുകൂടി പെരുമാറി, പിന്നെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. അതിനുശേഷം ഇയാൾക്ക് വേറൊരു ഞരമ്പ് കൂടിയുണ്ട്. ഇയാൾ അശ്ലീല ദൃശ്യങ്ങൾ, പോൺ സൈറ്റിൽ നിന്നുള്ള വീഡിയോകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് പെൺകുട്ടിയുടെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കും. പിന്നെ ഇൻസ്റ്റഗ്രാം ചാറ്റിൽ മോശപ്പെട്ട കമൻറ്റുകൾ, വാട്സപ്പിൽ മോശപ്പെട്ട അശ്ലീല സന്ദേശങ്ങൾ, ഇതൊക്കെ കൊണ്ട് പൊറുതിമുട്ടി മാനസികമായി തകർന്നു. എന്നിട്ടെന്താണ്? കൂറ്റൻ ശമ്പളമാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. കൂറ്റൻ ശമ്പളം. നീ എന്നോടൊപ്പം സഹകരിച്ചാൽ നിനക്ക് വാരിക്കോരിയുള്ള വാഗ്ദാനങ്ങളാണ് ഇയാൾ കൊടുക്കുന്നത്. വേണുഗോപാലകൃഷ്ണൻ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. ഒടുവിൽ എന്ത് സംഭവിച്ചു? ഈ പെൺകുട്ടിയെ ഇയാൾ നിരന്തരം ശല്യപ്പെടുത്തി. വന്നിട്ട് ഒരു ദിവസം ഈ പെൺകുട്ടിക്ക് ഒരു വീഡിയോ, ഇയാളൊരു സോഫയിലിരുന്ന് ഈ പെൺകുട്ടിയുടെ പേര് ഇങ്ങനെ ഏങ്ങി വിളിക്കുകയാണ്, എന്നിട്ട് മുഷ്ടി മൈഥുനം ചെയ്യുകയാണ്. അതിൻ്റെ വീഡിയോ ഈ പെൺകുട്ടിക്ക് അയച്ചു കൊടുത്തു. അതായത് ഇയാൾ കൈക്രിയ ചെയ്യുന്നതിൻ്റെ സെൽഫി വീഡിയോ എടുത്ത് ഈ പെൺകുട്ടിക്ക് അയച്ചു കൊടുത്തു. ഇതുകൂടി കണ്ടപ്പോൾ പെൺകുട്ടിക്ക് ആകെ ഹാലിളകി. ഇവൾക്ക് നിക്കപ്പുറതിയില്ല. കാരണം ഇയാൾ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് മൊബൈലിലേക്ക് ചറവറ അശ്ലീല സന്ദേശങ്ങൾ, പിന്നെ പോൺ സൈറ്റിലെ വീഡിയോ. ഇപ്പോഴിതാ ഇയാൾ മുഷ്ടി മൈഥുനം ചെയ്തിട്ട് അതിൻ്റെ സെൽഫി വീഡിയോ എടുത്ത് അയച്ചിരിക്കുന്നു. സംഗതി ഭർത്താവിനോട് പറഞ്ഞു. യുവതി വെളിപ്പെടുത്തി, ഇങ്ങനെയൊക്കെ സംഭവിച്ചു, എൻ്റെ ജീവിതമാകെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്, ഇയാൾ പ്രശ്നക്കാരനാണ്, ഈ കമ്പനിയിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസ്ഥയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് സ്വാഭാവികമായും ഇടപെട്ടു. അങ്ങനെയാണ് ഈ വേണുഗോപാലൻ എന്ത് ചെയ്യുന്നത്? ഇവരെ വിളിച്ചു വരുത്തുന്നത് ഹോട്ടൽ മുറിയിലേക്ക്. പ്രശ്നങ്ങൾ രമ്യമായി നമുക്ക് ചർച്ച ചെയ്ത് സെറ്റിൽ ചെയ്യാം, നിങ്ങൾ വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. കരുനാഗപ്പള്ളിക്കാരനല്ലേ, കള്ളന്മാർക്ക് കഞ്ഞി വെച്ച് കൊടുത്ത വ്യവസായികളും ആളുകളും ഉള്ള സ്ഥലമാണ്. പല കരുനാഗപ്പള്ളി വ്യവസായിയെക്കുറിച്ച് ഞാൻ തന്നെ വാർത്ത ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ ഇവർ നേരെ ഇയാളുടെ ഹോട്ടൽ മുറിയിൽ പോയി. അവിടെ പോയപ്പോഴാണ് ഹണി ട്രാപ്പ് വരുന്നതും ഈ യുവതിയും യുവാവും അറസ്റ്റിലാകുന്നതും. സംഗതി എന്തായാലും ഇൻഫോ പാർക്ക് പോലീസ് ഇപ്പോൾ വേണുഗോപാലനെതിരെ കേസെടുത്തിട്ടുണ്ട്. കേസെടുത്ത് കഴിഞ്ഞപ്പോഴാണടാ ആ കമ്പനിയിലെ മറ്റ് പുങ്കവന്മാർ പരാതിയുമായി വരുന്നു. ഈ പെൺകുട്ടി പണം തട്ടാൻ മനഃപൂർവ്വം ചെയ്തതാണ്. 1.5 വർഷത്തോളം ഈ മുതലാളിയുടെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആയിരുന്നു. പിന്നെ എന്താണിത്? പൈസയ്ക്ക് വേണ്ടിയുള്ള ദുരാരോപണമാണിത്, കമ്പനിയെയും കമ്പനി സിഇഒയെയും അപകീർത്തിപ്പെടുത്താൻ മനഃപൂർവ്വം കെട്ടിച്ചമച്ച കേസാണിത് എന്നൊക്കെ പറഞ്ഞ് ലിറ്റ്മസ് 7 ഒരുപാട് ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അതൊക്കെ കേരള പോലീസ് അടപടലം അങ്ങ് പൊളിച്ചു കൊടുക്കും. ഇതിനേക്കാൾ വമ്പന്മാർ ഇമാതിരി ചെറ്റത്തരം കാണിച്ചിട്ട് അകത്തായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചെറ്റത്തരം ഈ വേണുഗോപാലൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ വേണുഗോപാലനും അഴിയണ്ണും, അതിനൊന്നും സംശയമില്ല. ഏതായാലും ഈ പരാതിയിൽ ഈ യുവതി ഉറച്ചു നിൽക്കണം. പരാതിയിൽ യുവതി ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ വേണുഗോപാലകൃഷ്ണൻ എന്ന സിഇഒ, ലിറ്റ്മസ് 7ന്റെ സ്ഥാപക സിഇഒ അകത്താകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നിട്ട് ഏറ്റവും വലിയ കൊടും ചതി എന്ന് പറയുന്നത് ഈ യുവതിയോട് ചെയ്ത ചെറ്റത്തരം അവിടെ നിൽക്കട്ടെ. മറ്റൊന്നെന്താണ്? ഇയാളുടെ ഭാര്യ ഇതേ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അവിടെയാണ് ഏറ്റവും വലിയ ക്രൂരത ഇയാൾക്കാണ്. ഇയാളുടെ സ്വന്തം ഭാര്യ ഇതേ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴാണ് ഇയാളുടെ കീഴ്ജീവനക്കാരിയോട് ഇമാതിരി ചെറ്റത്തരം കാണിച്ചതെന്ന് കൂടി കേൾക്കുമ്പോൾ കഥ പൂർണ്ണമാകുന്നു. ഇങ്ങനെയാണ് IT സംരംഭ സ്ഥാപകനായ വേണുഗോപാലകൃഷ്ണൻ സിനിമാ ഭ്രാന്തൻ, കാർ ഭ്രാന്തൻ, നമ്പർ 7 അതിഭീകരമായ ലവ്, ഇതൊക്കെയുള്ള വ്യക്തിയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ. ഏതായാലും പോലീസ് കൃത്യമായി കേസ് അന്വേഷിക്കട്ടെ. ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കട്ടെ. ഈ കഥകളൊക്കെ ഞാൻ പറഞ്ഞത് കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയ കഥകളല്ല. പോലീസ് റിപ്പോർട്ടിൽ, പോലീസിന് നൽകിയ പരാതിയിൽ യുവതി പറഞ്ഞ കാര്യങ്ങളാണ്. അതെൻ്റെ ശൈലിയിൽ പറഞ്ഞു എന്ന് മാത്രമല്ല, അത് ഈ വേണു ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ പൊതുശത്രുവോ എൻ്റെ ശത്രുവോ അല്ല. അയാൾ ചെയ്ത ചെറ്റത്തരത്തെക്കുറിച്ച് യുവതി കൊടുത്ത പരാതിയുടെ കാര്യമാണ് ഞാൻ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.